നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കേരള PSCയുടെ 2026 ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ ഏതൊക്കെയാണ്? നിലവിൽ കുറേ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരീക്ഷകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റിൻ്റെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൻ്റെയും ഒക്കെ പരീക്ഷകൾ ഡിഗ്രി പ്രിലിംസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. CP ഒക്കെ അടുത്ത മാസം വരാനിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന SSLC ക്വാളിഫിക്കേഷനുള്ള, ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള, +2 ക്വാളിഫിക്കേഷനുള്ള, ടീച്ചിങ് ക്വാളിഫിക്കേഷനുള്ള ആരൊക്കെ ഏതൊക്കെ പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചു തുടങ്ങണം, ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് വരാനിരിക്കുന്നത്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. മക്കളെ, 10th ലെവൽ ആണെങ്കിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് വേരിയസ് LDC നോട്ടിഫിക്കേഷൻ. നമുക്കറിയാം, പാവപ്പെട്ടവൻ IAS എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് വേരിയസ് LDC നോട്ടിഫിക്കേഷൻ. ഇത് ഒരു SSLC ബേസ് ചെയ്തിട്ടുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു പോസ്റ്റാണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ്. കേരളത്തിലെ 14 ജില്ലകളിലേക്കായിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റിക്രൂട്ട്മെന്റ് നടക്കുക. റാങ്ക് ലിസ്റ്റ് 1/8/2025 ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതായത് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. 1/8/2028 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്ന 2027 പരീക്ഷ നടത്തി 2028 എന്ത് ചെയ്യേണ്ടി വരും? നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടി വരും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ വേരിയസ് LDC വരാൻ പോവുകയാണ്. മറ്റൊന്ന് വേരിയസ് LGS ആണ്. അതായത് ലോവർ ഭാഗത്തേക്ക് വരുമ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ്. 7ാം ക്ലാസ് നോട്ടിഫിക്കേഷൻ അല്ലെ 7ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേകത, ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇത് നോൺ ഡിഗ്രി കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഡിഗ്രി ഉള്ള കാൻഡിഡേറ്റ്സിന് ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇതും ഒരു ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ട് വരുന്ന എക്സാം ആണ്. അതേപോലെ റാങ്ക് ലിസ്റ്റ് 18/7/2025 വന്നിട്ടുള്ളത്. അതായത് 18/7/2028 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരിക. ഈ വർഷം നോട്ടിഫിക്കേഷൻ അവസാനത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. എങ്കിലേ 2027 അതിനെ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് 28 പ്രസിദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് OA അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ്. SSLC യോഗ്യതയുള്ള പോസ്റ്റാണ്. LGS ഒക്കെ നിലവാരത്തിൽ വരുന്ന പോസ്റ്റ് ആണ് എങ്കിലും ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുക. ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ കഴിയും? അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതും ഒരു സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണ്. 29/8/2025 ലാസ്റ്റിലത്തെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതായത് 29/8/2028 വരെയൊക്കെയാണ് ഇതിന്റെ കാലാവധി എന്ത് ചെയ്യാൻ സാധ്യതയുള്ളത്, മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് OA. SSLC ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. മറ്റൊന്ന് ലാബ് അസിസ്റ്റന്റ് ആണ്. ലാബ് അസിസ്റ്റന്റ് SSLC ക്വാളിഫിക്കേഷൻ ആണ്. സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. 12/12/2025 കൂടിയിട്ടാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. 2028 കൂടി റാങ്ക് ലിസ്റ്റ് വരണം. 26 അവസാനത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു പരീക്ഷയാണ് ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുക. ഇനി 10th ലെവലിലെ മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ വരാനുള്ളത് ഹൈക്കോർട്ട് OA എന്ന് പറയുന്ന ഹൈക്കോർട്ട് ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അതായത് കേരള ഹൈക്കോടതിയിലേക്കുള്ള 10ാം ക്ലാസ് ബേസ് ചെയ്ത ക്വാളിഫിക്കേഷൻ വരുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഏത്? ഹൈക്കോർട്ട് OA എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി നിങ്ങൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ 2026 അവസാനത്തോടുകൂടി പ്രതീക്ഷിക്കാം. +2 ക്വാളിഫിക്കേഷൻ ആണ്. ബറ്റാലിയൻ വൈസ് ആയിട്ട് 7ഓളം ബറ്റാലിയനുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുക. അതായത് തിരുവനന്തപുരം SAP ബറ്റാലിയൻ, KP3, KP1, KP2, MSP, അങ്ങനെ കേരളത്തിലെ 7 ബറ്റാലിയനുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുക. റാങ്ക് ലിസ്റ്റ് 2026 ഏപ്രിലോട് കൂടിയിട്ടാണ് എന്ത് പുതിയ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇനി 2027 ഏപ്രിലാണ് അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും വിളിക്കുന്നതാണ് സിവിൽ പോലീസ് ഓഫീസർ. അതേപോലെ തന്നെയാണ് വ്യുമൻ സിവിൽ പോലീസ് ഓഫീസർ, എല്ലാ വർഷവും വിളിക്കുന്ന പോസ്റ്റാണ്. അതേപോലെ തന്നെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ, അതും എല്ലാ വർഷവും വിളിക്കുന്നതാണ്. ഫയർമാൻ പോസ്റ്റും എല്ലാ വർഷവും വിളിക്കുന്നതാണ്. ഇതൊക്കെ എല്ലാ വർഷവും വിളിക്കുന്ന പോസ്റ്റുകളാണ് ഫോഴ്സ് പരീക്ഷയിൽ. സിവിൽ പോലീസ് ഓഫീസർ, അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ പരീക്ഷകൾ എല്ലാ വർഷവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാറ്റഗറി ടീച്ചിങ് നോട്ടിഫിക്കേഷനുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് LPST അല്ലെ LPSA എന്ന് പറയുക. SSLC മിനിമം ക്വാളിഫിക്കേഷൻ വരുന്ന ടീച്ചിങ് ക്വാളിഫിക്കേഷൻ കൂടി കയറി വരുന്ന ഒരു പോസ്റ്റാണ് LPST എന്ന് പറയുക. ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വിളിക്കുക. 31/5/2025 ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത്. അതായത് 31/5/2028 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. പുതിയ റാങ്ക് ലിസ്റ്റ് 2028 വരണം. സ്വാഭാവികമായിട്ടും ഈ വർഷം അവസാനത്തോടു കൂടി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെയാണ് UPST.
അതും SSLC ആണ് മിനിമം യോഗ്യതയെങ്കിലും ടീച്ചിങ് ക്വാളിഫിക്കേഷൻ കൂടി വേണ്ട പോസ്റ്റാണ് UPST എന്ന് പറയുക. ഡിസ്ട്രിക്ട് വൈഡ് തന്നെയാണ്. 10/10/2025 ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതായത് 10/10/2028 കൂടി അടുത്ത റാങ്ക് ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റാണ് UPST എന്ന് പറയുക. ഓക്കെ, ഇനിയും ഡിഗ്രി നിലവാരമുള്ള ക്വാളിഫിക്കേഷനിലേക്കാണ്, അല്ലെങ്കിൽ ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകളിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് LSGA ആണ്. നമ്മുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി എന്നറിയപ്പെടുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി, അതാണ് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുക. ഡിഗ്രി നിലവാരത്തിൽ ഒരു ഗസറ്റഡ് റാങ്കിലേക്ക് പോകാൻ കഴിയുന്ന പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറി എന്നറിയപ്പെടുക. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വരുന്ന പരീക്ഷയാണ്. ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് 31/7/2025 31/7/2025. അതായത് 31/7/2028 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. പ്രിലിംസും മെയിൻസും ഒക്കെ വേണ്ട പരീക്ഷയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷനാണ് LSTI സെക്രട്ടറി എന്ന് പറയുക. ഇതേപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡിഗ്രി നോട്ടിഫിക്കേഷനാണ് സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. എല്ലാ വർഷവും വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷനാണ്. ജൂൺ 2025 ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നത്. ജൂൺ മാസം 2025 ഇപ്പോൾ 2026 ജൂണിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വർഷത്തേക്കുള്ള നോട്ടിഫിക്കേഷൻ വരേണ്ടതും 2026 ലാസ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം സബ് ഇൻസ്പെക്ടർ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഡിഗ്രി നിലവാരമുള്ള പരീക്ഷയാണ്. മറ്റൊന്ന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ്. അതായത് കേരള ഹൈക്കോടതിയിലേക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടോ എങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുക. അത്യാവശ്യം കുറച്ച് വേക്കൻസികളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. അപ്പം 2026 ഏറ്റവും കൂടുതൽ കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ് കേരള ഹൈക്കോടതി നടത്തുന്നത്. ഇത് കേരള PSC അല്ല, കേരള ഹൈക്കോടതി നടത്തുന്ന ഒരു പരീക്ഷയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കേട്ടോ. അതായത് ഹൈക്കോർട്ട് OA എന്ന് പറയുന്ന പോസ്റ്റും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റും, ഈ രണ്ട് പോസ്റ്റും നടത്തുന്നത് കേരള PSC അല്ല, കേരള ഹൈക്കോടതിയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഞാൻ ഇതിനോടൊപ്പം പരീക്ഷകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ്, ഡിഗ്രി നിലവാരമുള്ള പരീക്ഷയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ, മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ട് എങ്കിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷനാണ്. വളരെ കുറച്ച് വേക്കൻസി മാത്രമേ ഉള്ളൂ. ഗസറ്റഡ് റാങ്കിലേക്കൊക്കെ പോകാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. റാങ്ക് ലിസ്റ്റ് 9/4/2024 വന്നിട്ടുള്ളത്. അതായത് 9/4/2027 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരിക. അപ്പോൾ അടുത്ത വർഷത്തേക്ക് പ്രതീക്ഷിക്കാവുന്ന, അല്ലെ, അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കേണ്ട ഒരു പോസ്റ്റാണ്. ഈ വർഷം നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് 2026 നോട്ടിഫിക്കേഷൻ രൂപേണ വരേണ്ടത്. 2027 പരീക്ഷ നടക്കേണ്ടുന്ന, 26 നോട്ടിഫിക്കേഷൻ വരേണ്ടുന്ന SSLC +2 ടീച്ചിങ് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ വരാനിരിക്കുകയാണ്. പഠിച്ചു തുടങ്ങാനുള്ള ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത് അതിതാണ്. ഇപ്പം ബക്രീദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ കോഴ്സുകളിലേക്കും ഇപ്പം 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നോർമൽ പ്രൈസിൽ നിന്ന് എല്ലാ ബാച്ചുകളിലേക്കും 20% എക്സ്ട്രാ ഓഫ് ഇപ്പോഴുണ്ട്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കയറി ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഏത് കോഴ്സാണോ വേണ്ടത്, ഞാൻ കോഴ്സുകളൊന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറാണ്. ഞാൻ ഇതിനകത്തിൽ പറയാതെ പോയ ഡിഗ്രി നിലവാരമുള്ള മറ്റൊരു പരീക്ഷ കൂടിയുണ്ട്. അത് നേരിട്ട് ക്വാളിഫിക്കേഷൻ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷ. ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ പ്രത്യേകത, ഇത് നിങ്ങൾക്ക് +2 മാത്സോ ബയോളജിയോ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ നോട്ടിഫിക്കേഷനും എന്ത് ചെയ്യാൻ പോവാണ്, വരാനിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണ് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് എങ്കിൽ നമ്മുടെ ദേനു എന്ന് പറയുന്ന ഒരു ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ബാച്ച് ചൂസ് ചെയ്യാം. നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജൂൺ മാസം ആരംഭത്തിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ LDC ആണെങ്കിൽ LDCക്ക് ഒരു ഗോൾഡ് ബാച്ച് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ 10th ലെവൽ ബാച്ച് ആണെങ്കിൽ 10th ലെവൽ പ്രിലിംസ് ബാച്ച് ഉണ്ട്, ദെൻ VFAയുടെ ബാച്ച് ഉണ്ട്,
ദെൻ അതേപോലെ തന്നെ വരുന്ന മറ്റൊരു പരീക്ഷയാണ് CPO WCPO പരീക്ഷ. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ബാച്ചുണ്ട്. CPO WCPO പരീക്ഷകൾക്ക് വേണ്ടി വരുന്ന ബാച്ചുണ്ട്. ലോങ് ടേം ഡിഗ്രി ബാച്ചുണ്ട്. അടുത്ത വർഷത്തെ പരീക്ഷകൾ പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ ഫോക്കസ് ചെയ്യുന്ന ലോങ് ടേം ഡിഗ്രി ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതൊരു ബാച്ചിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഒറിജിനൽ പ്രൈസിൽ നിന്ന് 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ബാച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിനു ശേഷം ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. എന്താണ് ആ കൂപ്പൺ കോഡ്? BAKRID. അത് ക്യാപിറ്റൽ ലെറ്ററിൽ ബക്രീദ് എന്ന് അടിച്ചാൽ മതി. BAKRID എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് 20% കിട്ടും. ഈ ഓഫർ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് 3 ദിവസങ്ങളിലേക്കാണ്. ഒന്ന് ഇന്നാണ്, 27-ാം തീയതി കിട്ടും, 28-ാം തീയതി കിട്ടും, 29-ാം തീയതി കിട്ടും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്ന 250 സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഈ ഓഫർ ലഭ്യമാകുക. ആദ്യം ജോയിൻ ചെയ്യുന്ന 250 സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഈ ഓഫർ ലഭ്യമാകുക. ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾ 8281 223366 ഈ നമ്പറിലേക്ക് വിളിക്കുക. 8281 223366 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം കാണും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്പിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ അവസരം പ്രയോജനപ്പെടുത്തുക. ഏറ്റവും മികച്ചൊരു ബക്രീദ് ആശംസിക്കുന്നതിനോടൊപ്പം അടുത്ത ബക്രീദ് ആകുമ്പോഴത്തേക്കും ഒരു ജോലി ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകട്ടെ. അതിന് സൂപ്പർ നോട്ട്സിന്റെ കൈത്താങ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തും, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാ. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്.